ഹിമാചൽ പ്രദേശിലെ മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ട 2 പേരുടെ മൃതദേഹം കണ്ടെത്തി. കാംഗ്ര, കുളു ജില്ലകളിൽ 4ഇടത്താണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മേഘവിസ്ഫോടനം ഉണ്ടായത്. മലവെള്ളപ്പാച്ചിലിൽ അകപ്പെട്ട 15ലധികം ആളുകൾക്കായി ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. കാംഗ്ര ജില്ലയിൽ ധർമ്മശാലയ്ക്ക് സമീപത്തുള്ള ജലവൈദ്യുത പദ്ധതിയിൽ അറ്റകുറ്റപ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ നേരെ പ്രളയജലം കുത്തിയൊഴുകിയെത്തിയപ്പോൾ 12ലധികം പേരും ഒഴുക്കിൽപ്പെട്ടിരുന്നു. തിരച്ചിൽ 2ാം ദിനമായിട്ടും ഇതുവരെ 2 പേരുടെ മൃതദേഹമാണ് കണ്ടെത്താനായിട്ടുള്ളത്. ബാക്കിയുള്ളവർക്ക് വേണ്ടി NDRFും പോലീസും ഇപ്പോഴും തിരച്ചിൽ നടത്തുന്നു. കാംഗ്രയ്ക്ക് പുറമെ കുളു ജില്ലയിലെ സെയിഞ്ച് താഴ്വര, ഗഡ്സ, മണികിരൺ, ബഞ്ചാർ പ്രദേശങ്ങളിൽ അതീവ ജാഗ്രതയാണ്. മണാലി സബ് ഡിവിഷനിലും ഷിംലയിലും ആശങ്ക നിഴലടിക്കുന്നുണ്ട്. നാളെ രാവിലെ വരെ ഒറ്റപ്പെട്ട അതിശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പ്രളയജലം മരങ്ങളെ കടപുഴക്കി. ഒഴുക്കിന്റെ തീവ്രതയിൽ കെട്ടിടങ്ങളെയും വീടുകളെയും വാഹനങ്ങളെയും എല്ലാം വിഴുങ്ങി മുന്നോട്ടു പോകും. മണികിരണിലെ ബ്രഹ്മഗംഗ മേഖല, ഗഡ്സയിൽ ഗോമതി നദിയും പാർവതി, ബിയാസ് നദികളും കരകവിഞ്ഞൊഴുകുന്നുണ്ട്. കുളു ജില്ലയിൽ 3ലധികം ആളുകളെ കാണാതായിട്ടുണ്ട്. ജാഗ്രതാ നിർദ്ദേശത്തെ തുടർന്ന് താഴ്ന്ന ഇടങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിച്ചതാണ് വലിയ ദുരന്തത്തെ ഒഴിവാക്കിയത്. വിനോദസഞ്ചാരികൾ ധാരാളം എത്തുന്ന ഇടങ്ങളിലും ആരും കുടുങ്ങിക്കിടക്കുന്നതായി ഇതുവരെ റിപ്പോർട്ടുകളില്ല. ജലന്ധർ, അട്ടാരി, മണ്ഡി ദേശീയപാതയിൽ ഗതാഗതം മണ്ണിടിച്ചിൽ മൂലം തടസ്സപ്പെട്ടിട്ടുണ്ട്. ആളുകൾ പരമാവധി യാത്ര ഒഴിവാക്കണമെന്നാണ് അധികാരികൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.